ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് ഞാൻ NIOS 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ടുള്ള 19ാമത്തെ പാഠമാണ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഈ കവിത നമ്മളെ എക്സാമിനെ സംബന്ധിച്ചോളം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കവിതയാണ്. ഇവിടെ നമ്മളെ കവി ഇവിടെ ഒരു എ പ്രയർ ഫോർ ഹീലിംഗ് എന്നാണ് ഈ കവിതയുടെ പേര്. പ്രയർ എന്ന് പറഞ്ഞ പ്രാർത്ഥന, ഹീലിംഗ് എന്ന് പറഞ്ഞാൽ സുഖപ്പെടുത്തുക, മുറിവുണക്കുക എന്നൊക്കെ അർത്ഥമാണ്. ഹീൽ ചെയ്യുക എന്നുള്ള ഹീലിംഗ് ദ വൂണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കില്ലേ, മുറിവ് ഉണക്കുക എന്നൊക്കെ. അപ്പോൾ നമുക്കറിയാം, വി ഗോ ടു ടെമ്പിൾ, വി ഗോ ടു ചർച്ച് ആൻഡ് മോസ്ക്യൂ ആൻഡ് വി പ്രേ ഫോർ ദ ഗോഡ്. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് ഫോർ ഫിസിക്കൽ സ്ട്രെങ്ത് ആസ് വെൽ ആസ് ഫോർ സ്പിരിച്വൽ സ്ട്രെങ്ത്. ആത്മീയ ശക്തിക്കും അതുപോലെ ശാരീരിക ഭൗതികമായ ശക്തിക്കും വേണ്ടി നമ്മൾ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ വേണ്ടി പോയി പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ഇവിടെ കവി പറയുന്നു നമ്മുടെ പ്രാർത്ഥന എന്തിനായിക്കൊണ്ടായിരിക്കണം എന്നുള്ളത്. അതായത് നമുക്കറിയാം, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രകൃതിയിലെ ഓരോ വസ്തുതകളെ ഉപയോഗിച്ച് ചിരപുരാതനമായ കാലം തൊട്ട് മനുഷ്യർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് പല രാജ്യങ്ങളിലും, ഇപ്പോൾ ഗ്രീക്കിലൊക്കെ ഒരുപാട് ദേവതാ സമ്പ്രദായങ്ങളുണ്ട്. അവർക്ക് എല്ലാത്തിനും ദേവതയാണ്. ചന്ദ്രൻ ദേവതയാണ്, സൂര്യൻ ദേവതയാണ്, പകല് ദേവത, കല്യാണത്തിന് ദേവത. ഇങ്ങനെ നമ്മുടെ ഭാരതത്തിൽ 33 കോടി ദേവതാ സമ്പ്രദായങ്ങളുണ്ട്. ഈ ദേവതമാരെയൊക്കെ കൂട്ടിപ്പിടിച്ച് നമ്മൾ പ്രയർ ചെയ്യാറുണ്ട്. പക്ഷെ എന്തിനാണ് നമ്മൾ പ്രയർ ചെയ്യുന്നത്? അതാണ് നമ്മുടെ ഈ കവിതയുടെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. റൈറ്റ് ഫ്രം ആൻഷ്യൻ ടൈം, പണ്ട് കാലം തൊട്ട് പീപ്പിൾ അക്രോസ് ദ വേൾഡ്, ഈ ലോകത്തിലെ ജനങ്ങളെല്ലാം തന്നെ ബിലോങ്ങിങ് ടു ഡിഫറെൻറ്റ് കൾച്ചർ ആൻഡ് ഡിഫറെൻറ്റ് റിലീജിയൻ, പല സംസ്കാരത്തിൽപ്പെട്ടവരാകട്ടെ, പല മതങ്ങളിൽപ്പെട്ടവരാകട്ടെ, അവരെല്ലാം ഹാവ് പ്രേഡ്, പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലേ, ഫോർ വാരിയസ് ഒബ്ജക്റ്റ് ഓഫ് നേച്ചർ, പ്രകൃതിയുടെ പലവിധ വസ്തുക്കളെ. വാട്ട് ആർ ദ ഒബ്ജക്റ്റ് ഓഫ് ദ നേച്ചർ? ഈ പ്രകൃതി നമുക്ക് കാണുന്ന ഒബ്ജക്റ്റുകൾ എന്തൊക്കെയാ? സൺ, അതുപോലെ സൂര്യനെ കാണാം, മൂണിനെ കാണാം, സ്റ്റാറിനെ കാണാം, എർത്തിനെ കാണാം, റിവേഴ്സ്, വിൻഡ്, വാട്ടർ, അങ്ങനെ ഒരുപാട് പ്രതിഭാസങ്ങൾ നമുക്ക് പ്രകൃതിക്ക്. ഇഫ് യു ടേൺ യുവർ ഐസ് ടു നേച്ചർ, പ്രകൃതിക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളെ കാണാം, പ്ലാന്റുകൾ, ആനിമലൊക്കെ കാണാം. ഇതിനെയൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥന നടത്താറുണ്ട്. അപ്പോൾ ഈ കവിതയിൽ കവി ചോദിക്കുന്നത്, നമ്മുടെ ഭൂമിയെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ഡിഡ് യു എവർ ടേൺ യുവർ അറ്റൻഷൻ ടുവേർഡ്സ് എർത്ത്? നമ്മൾ നിവസിക്കുന്ന ഈ ഭൂമിക്ക് വേണ്ടി നമ്മൾ ഭൂമി ദേവിക്കുള്ള ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു പ്രയർ നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്നാണ് കവി ചോദിക്കുന്നത്. അപ്പോൾ അത് നമുക്കറിയാം, ഇന്ന് ഭൂമി ദേവിയെ അല്ലെങ്കിൽ ഭൂമിയെ പലയിടത്തും മുറിവേൽപ്പിച്ചിരിക്കുകയാണ്. JCB മുതലായ ഉപകരണങ്ങൾ ഭൂമി ദേവിയെ ആകെ വ്രണപ്പെടുത്തിയിരിക്കുന്നു, മുറിപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ പരിണമിത ഫലം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഭൂമിക്ക് ഏറ്റ ആ മുറിവിനെ കുറിച്ച് ആണ് കവിയുടെ പ്രാർത്ഥിക്കുന്നത്. നിങ്ങളെല്ലാവരും ബുക്ക് എടുക്കുക. ബുക്കിൽ ആ കവിതയുടെ നിങ്ങളുടെ 60ാം പേജിൽ, രണ്ടാമത്തെ ബുക്കിൽ 60ാമത്തെ പേജിൽ നമുക്ക് ഈ കവിതയെക്കുറിച്ച് പറയുന്നുണ്ട് കവി. നിങ്ങളെല്ലാവരും എടുത്ത് നോക്കുക. റെഡി? വരാൻ നോക്കുക. നമുക്ക് ഈ കവിത തരാം. വി ജോയിൻ വിത്ത് ദ എർത്ത് ആൻഡ് വിത്ത് ഈച്ച് അതർ. നമുക്കറിയാം, ദർ ഈസ് എ ചെയിൻ. നമ്മൾ ഈ വി ജോയിൻ പങ്കുചേരുന്നു, കൂടിച്ചേരുന്നു അല്ലേ, ദ എർത്ത് ഭൂമിയുമായിട്ട്, ആൻഡ് വിത്ത് ഈച്ച് അതർ പരസ്പരവും. നമ്മൾ ഭൂമിയുമായിട്ടും ഭൂമിയിലെ മറ്റു പല വസ്തുക്കളും തമ്മിൽ ജോയിൻ ചേർന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ വൈ ഡു വി ജോയിൻ? എന്തിനാ നമ്മൾ ജോയിൻ ചേരുന്നത് ഭൂമിയുമായിട്ട് എന്ന് പറഞ്ഞാൽ, വി ഡിപ്പെൻഡ് ഓൺ എർത്ത് ആൾവേസ്. നമ്മൾ എപ്പോഴും ഭൂമിയെ ആയിട്ടാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഭൂമിയില്ലാതെ നമുക്ക് നിലനിൽപ്പില്ല. ഭൂമിയില്ലാതെ നമുക്ക് ജീവനുകൾ ഭൂമുഖത്ത് നിലക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ വി ആൾവേസ് ഡിപ്പെൻഡ് അപ്പോൺ എർത്ത്. എന്തിനെ? ടു ബ്രിങ് ന്യൂ ലൈഫ് അല്ലേ ടു ദ ലാൻഡ്. ഈ ഭൂമിയിലേക്ക് പൊതുജീവനുകളെ പ്രദാനം ചെയ്യുന്നത്. അതായത് ഫോർ ബർത്ത്. ഒരു കുട്ടി ജനിക്കണമെങ്കിൽ, അത് മനുഷ്യക്കുട്ടിയാകട്ടെ, ഒരു ചെടി ജനിക്കണമെങ്കിൽ, ഒരു മൃഗക്കുട്ടി ജനിക്കണമെങ്കിൽ ഒക്കെ നമുക്ക് ഭൂമിയുമായി കൂടിച്ചേരേണ്ടിയിരിക്കുന്നു. അഥവാ ഭൂമിയിലൂടെയാണ് നമ്മുടെ അസ്തിത്വം ഉണ്ടാകുന്നത്. എല്ലാ ജീവരാശികളും, എല്ലാ ന്യൂ ലൈഫുകളും ഉണ്ടാകുന്ന ഭൂമിയിൽ നിന്നാണ്. അതുപോലെ ടു റീസ്റ്റോർ, പുനഃസ്ഥാപിക്കാൻ വേണ്ടി വാട്ടേഴ്സ്, ജലാശയങ്ങൾ. കാരണം നമുക്കറിയാം, ഒരുപാട് ജലാശയങ്ങൾ നമുക്കുണ്ട്, അരുവികളുണ്ട്, തോടുകളുണ്ട്, പുഴകളുണ്ട്. അതിനൊക്കെ ആത്യന്തിക സോഴ്സായിട്ട് നമുക്ക് സാഗരങ്ങളും കടലുകളും ഉണ്ട്. ഇത് കടലിൽ കിടക്കുന്ന ജലം ഒഴുകി
ആകാശത്തിലൂടെ വന്ന് മഴയായി പെയ്ത് അരുവികളുടെയും പുഴയുടെയും വന്ന് വീണ്ടും പുനഃസ്ഥാപിച്ച് ഒരു ചാക്രികമായി ഇത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ചാക്രികമായി കറങ്ങണമെങ്കിലും ഒരു ഉപാധി വേണ്ടേ? ആ ഉപാധി ഭൂമിയാണ്, അല്ലെങ്കിൽ ഭൂമിയിലൂടെയാണ് ജലാശയങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജലാശയത്തെ പുനഃസ്ഥാപിക്കണമെങ്കിൽ റീസ്റ്റോർ ചെയ്യണമെങ്കിലും നമുക്ക് ഭൂമി കൂടിയേ പറ്റൂ. അതുപോലെ റീസ്റ്റോർ വാട്ടേഴ്സ് ആൻഡ് റെഫ്രഷ് ദ എയർ, നമ്മുടെ ഈ പരിസ്ഥിതിയിലെ വായു പരിശുദ്ധമാക്കുന്നതിന് വേണ്ടി റെഫ്രഷ് ചെയ്യണമെങ്കിൽ നമുക്ക് വി ഹാവ് ടു ഡിപ്പെൻഡ് അപ്പോൺ ദ എർത്ത്. ദിസ് ഇസ് ദ ഫസ്റ്റ് ആൻസർ. അപ്പൊ എന്തിനാണ് നമ്മൾ ഭൂമിയുമായി ജോയിൻ ചേർന്നത്, ഹാർമോണൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു കണക്ഷൻ ഉണ്ടാവുന്നത് എന്തിനാണെന്ന് സെക്കൻഡ് സ്റ്റാൻസിൽ പറയുന്നു. വീണ്ടും വരി സെക്കൻഡ് സ്റ്റാൻസിലെയും ആദ്യ വരി നമ്മുടെ ഒന്നാം സ്റ്റാൻസിൽ പറഞ്ഞ അതേ വരി തന്നെയാണ്. വി ജോയിൻ ദ എർത്ത് ആൻഡ് വിത്ത് ഈച്ച് അതർ. നമ്മൾ ഭൂമിയുമായി കൂടിച്ചേരുന്നു, ഭൂമിയിലെ മറ്റ് കാര്യങ്ങളുമായിട്ടും നമ്മൾ കൂടിച്ചേരുന്നു. വിത്ത് ഈച്ച് അതർ, പരസ്പരവും നമ്മൾ ബന്ധിച്ചിരിക്കുന്നത് ഭൂമിയിലൂടെയാണ് അല്ലേ? എങ്ങനെ? ഇപ്പം നിങ്ങൾ ഭൂമി ചവിട്ടി നിൽക്കുന്നു. അതിന് മുന്നേ ഗർഭപാത്രത്തിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ അമ്മയുടെ വയറ്റിലാണ്, പക്ഷെ അമ്മ നിൽക്കുന്നത് ഭൂമിയിലാണ്. അപ്പോഴും അതുകൊണ്ടാണ് ഭൂമിയെ നമ്മുടെ മദർ ലാൻഡ് എന്ന് പറയാൻ കാരണം. അപ്പോൾ എന്തൊക്കെ നമ്മുടെ ഈ പ്രകൃതിയിൽ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ ഭൂമിയിൽ നിന്ന് പൊട്ടിമുളച്ചിട്ടുണ്ടായതാണ്. അപ്പോൾ വി ജോയിൻ ദ എർത്ത് വിത്ത് ഈച്ച് അതർ ടു റിന്യൂ ദ ഫോറസ്റ്റ്. വനാന്തരങ്ങളെ പുതുക്കുന്നതിന് വേണ്ടി. റിന്യൂ ആണ് പുതുക്കുക. നമുക്കറിയാം ഫോറസ്റ്റേഷൻ, ഡിഫോറസ്റ്റേഷൻ, വനവൽക്കരണവും വനനശീകരണവും ഉണ്ട്. അപ്പൊ നശിച്ചുകൊണ്ടിരിക്കുന്ന വനങ്ങളെ പുതുക്കുന്നതിന് വേണ്ടി, നമുക്ക് റീപ്ലാന്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഭൂമി കൂടിയേ പറ്റൂ. അല്ലെങ്കിൽ ഭൂമിയിലാണ് സകലവിധ ചരങ്ങളും അചരങ്ങളുമായ വസ്തുക്കൾ നിൽക്കുന്നത്. അതായത് ഓൾ ട്രീസ്, എല്ലാ മരങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഭൂമിയിലാണ്. അപ്പോൾ വനാന്തരങ്ങളെ പുതുക്കുന്നതിന് വേണ്ടിയും ആൻഡ് കെയർ ഫോർ ദ പ്ലാന്റ്, ചെടികളെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയും ആൻഡ് ഫോർ പ്രൊട്ടക്ട് ദ ക്രീച്ചേഴ്സ്, ആ വനാന്തരങ്ങളിൽ നിവസിക്കുന്ന ജന്തുക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, all and for everything, my dear students, we have to depend upon this earth. So earth is the foundation. അതുകൊണ്ട് ഭൂമിയാണ് അടിത്തറ. അപ്പം നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, എന്നോട് ഒരിക്കലും ഒരു അമ്പലത്തിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, സർ നമ്മൾ എന്തിനായിക്കൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത് ആത്യന്തികമായി? സത്യം പറഞ്ഞാൽ ഒരു തമാശ രൂപേണ ഞാൻ അന്ന് അവരോട് പറയുകയുണ്ടായി. എന്താണ്, നമ്മൾ ആന്ധ്രയിലെയും തമിഴ്നാട്ടിലെയും അണ്ണന്മാർക്ക്, അവിടുത്തെ സുഹൃത്തുക്കൾക്ക് ദീർഘായുസ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചോളൂ. കാരണം എന്താ, എവറിത്തിങ് ഇസ് ടു ബി ബ്രോട്ട് ഫ്രം തമിഴ്നാട് ഓർ ആന്ധ്ര, റൈസ് ഇസ് ടു ബി ബ്രോട്ട് ഫ്രം ആന്ധ്ര. നമുക്ക് അരി ആന്ധ്രയിൽ നിന്നോ പഞ്ചാബിൽ നിന്നോ കൊണ്ടുവരണം, ഗോതമ്പൊക്കെ അല്ലേ. പച്ചക്കറികൾ തമിഴ്നാട്ടിൽ നിന്നോ മറ്റ് അന്യദേശത്തു നിന്നോ കൊണ്ടുവരണം. നമ്മൾ കേരളക്കാര് ഭയങ്കര വൈറ്റ് കോളർ ആറ്റിറ്റ്യൂഡാണ്, നമ്മളൊന്നും ഉണ്ടാക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാം ഡിപ്പെൻഡ് ചെയ്യേണ്ടത് അവരെയാണ്. അപ്പൊ അവർക്ക് ദീർഘായുസ് ഉണ്ടായിക്കോട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലേ നല്ലത് എന്ന് പറഞ്ഞ പോലെ, നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദ ടൈം വി ഗോ ടു എനി സെന്റർ ഓഫ് പ്രയർ, ഏത് സെന്റർ ഓഫ് പ്രയറിൽ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ ചെന്നാലും, വാട്ട് ഓർ ഹു ആർ മേ ബി ദ, നിങ്ങൾ ആരോ എന്തോ ഏതോ റിലീജിയൻ ആയിക്കോട്ടെ, യു ആൾവേസ് ഷുഡ് പ്രേ ഫോർ അവർ മദർ ലാൻഡ്. നമ്മൾ എപ്പോഴും നമ്മുടെ മാതൃരാജ്യമായ ഭൂമിയാണ് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. കാരണം ഭൂമി എന്ന സൗത്ത് ഫൗണ്ടേഷൻ, അടിത്തറയില്ലെങ്കിൽ നമുക്ക് എവിടെ നിന്നുകൊണ്ട് ജീവിക്കാൻ പറ്റും? എവിടെ നിന്നാണ് ഇതെല്ലാം പൊട്ടിമുളയ്ക്കുന്നത്? ഭൂമിയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അതാണ് രണ്ടാം സ്റ്റാൻസയിൽ പറയുന്നത്. മൂന്നാം സ്റ്റാൻസയിലും ആദ്യ വരി അത് തന്നെയാണ്. വി ജോയിൻ ദ എർത്ത് ആൻഡ് വിത്ത് അതർ. എന്തിനെ? ടു സെലിബ്രേറ്റ് ദ സീസ്, കടലുകളെ ആഘോഷിക്കുന്നതിന് വേണ്ടി. സെലിബ്രേറ്റിന് ആഘോഷിക്കുക അല്ലെ. നമ്മൾ കടലിലൂടെ, നൗക്കയിലൂടെയും ബോട്ടിലൂടെയും കപ്പലിലൂടെയൊക്കെ യാത്ര ചെയ്യാൻ നമ്മൾ ആഘോഷമായി പോകാറുണ്ട്. പക്ഷെ നമുക്കങ്ങനെ ആഘോഷയാത്ര വേണമെങ്കിൽ, സെലിബ്രേഷൻ വേണമെങ്കിൽ ഭൂമിയിലല്ലേ കടൽ നിൽക്കുന്നത്? അപ്പോൾ ഭൂമി വേണ്ടേ? അതുപോലെ ടു റിജോയ്സ് സൺലൈറ്റ്, സൂര്യകിരണങ്ങളെ ആഹ്ലാദിക്കുന്നതിന് വേണ്ടി, സന്തോഷിക്കുന്നതിന് വേണ്ടി സൂര്യകിരണങ്ങൾ ഏൽക്കണമെങ്കിൽ നമുക്ക് ഭൂമി കൂടിയേ പറ്റൂ. അതുപോലെ കാരണം ടു സിങ് ദ സോങ് ഓഫ് ദ സ്റ്റാർ, അതുപോലെ നക്ഷത്രങ്ങളുടെ ഗാനങ്ങൾ കേൾക്കണമെങ്കിലും, അത് നമുക്ക് ശ്രവിക്കണമെങ്കിലും, നക്ഷത്രങ്ങളുടെ ഗാനങ്ങളെ കേൾക്കുന്നതിനും, സൂര്യകിരണങ്ങളെ നമ്മൾ ഏറ്റുവാങ്ങി നമ്മൾ അത് അനുഭവിക്കണമെങ്കിലും ഒക്കെ വി ഹാവ് ടു ഡിപ്പെൻഡ് അപ്പോൺ ദിസ് എർത്ത്. അഗെയിൻ ഇൻ ദ ലാസ്റ്റ് ആൻസറിലും അത് തന്നെ പറയുന്നത്, വി ജോയിൻ ദ എർത്ത് ആൻഡ് വിത്ത് ഈച്ച് അതർ. നമ്മൾ ഭൂമിയുമായിട്ട് ജോയിൻ ചേരുന്നു, പരസ്പരവുമായിട്ട്. എന്തിനെ? ടു റിക്രിയേറ്റ് ദ ഹ്യൂമൻ കമ്മ്യൂണിറ്റി. നമ്മുടെ മനുഷ്യ സമുദായത്തെ, ഹ്യൂമൻ കമ്മ്യൂണിറ്റി എന്ന സമുദായത്തെ റിക്രിയേറ്റ്, പുനഃസൃഷ്ടിക്കുന്നതിന് വേണ്ടി. അതായത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമൂഹം, ഒരേ വർഗത്തിൽപ്പെട്ട ജീവജാലങ്ങൾ ഒരു പ്രത്യേക കേന്ദ്രത്തിൽ, ഒരു പ്രത്യേക സ്ഥലത്ത് നമ്മൾ കൂട്ടമായി ജീവിക്കുന്നതിനെയാണല്ലോ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഒരേ ജീവിതങ്ങൾ
പിൻപറ്റി പോകുന്ന ഒരു കൂട്ടം ആളുകൾ. അപ്പോൾ ആ ഹ്യൂമാനിറ്റിയെ അല്ലെങ്കിൽ മനുഷ്യരാശിയെ പുനഃസ്ഥാപിക്കുന്നതിനും നമുക്ക് ഭൂമിയാണ്. കാരണം ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ സസ്റ്റെയിൻ ഓൺ ദ എർത്ത്. അതുപോലെ ടു പ്രൊമോട്ട് ഇതിലൊക്കെ ഉപരി ടു പ്രൊമോട്ട് ജസ്റ്റിസ് ആൻഡ് പീസ്, നീതിയും സമാധാനവും പുനഃസ്ഥാപിക്കാൻ നമുക്ക് ഭൂമിയിൽ നിന്ന് കൊണ്ടേ പറ്റൂ. അതുപോലെ ടു റിമെമ്പർ അവർ ചിൽഡ്രൻ, നമ്മുടെ കുട്ടികളെ ഓർക്കുന്നതിനും, കാരണം അവർ ചിൽഡ്രൻ ആർ പ്ലേയിങ് ഓൺ ദ ഗ്രൗണ്ട്. അതായത് ആൾവേസ് ദ ടൈം ബി റിമെമ്പർ ദ ചിൽഡ്രൻ ബി റിമെമ്പർ ദ എർത്ത്, നമ്മുടെ കുട്ടികളെ സ്മരിക്കുന്നതിന് വേണ്ടിയും ഓർക്കുന്നതിന് വേണ്ടിയും, അതുപോലെ സമാധാനവും ജസ്റ്റിസും അതുപോലെ നീതിയും പുനഃസ്ഥാപിക്കുന്ന അല്ലെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യണമെങ്കിലും ഒക്കെ വി ഹാവ് ടു ഡിപ്പെൻഡ് അപ്പോൺ ദീസ് എർത്ത്. അതുകൊണ്ട് ലാസ്റ്റിൽ പറയുന്നു കവി എന്താ, വി ജോയിൻ വിത്ത് എർത്ത് ആൻഡ് വിത്ത് ഈച്ച് അതർ, നമ്മൾ ഭൂമിയും പരസ്പരവും ബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. വി ജോയിൻ ടുഗദർ, നമ്മൾ പരസ്പരം ജോയിൻ ചേരുന്നു. ആസ് മെനി, എത്ര പേരുണ്ടോ അത്രയും പേര്. ആൻഡ് ഡൈവേഴ്സ് എക്സ്പ്രഷൻ, വ്യത്യസ്തമായ ഡൈവേഴ്സ് ആയിരിക്കുന്ന വ്യത്യാസപ്പെട്ടിരിക്കുന്ന ഭാവപ്രകടനങ്ങളിലാണെങ്കിലും എക്സ്പ്രഷൻ പ്രകടനത്തിലാണെങ്കിലും നമ്മൾ പരസ്പരം കണ്ണിച്ചേരുന്ന ഭൂമിയിലൂടെയാണ്. ഓഫ് വൺ ലവിങ് മിസ്റ്ററി, ഒരാളുടെ സ്നേഹത്തിന്റെ നിഗൂഢതയും നിഗൂഢതയും ഒക്കെ ഫോർ ഹീലിംഗ് ദ എർത്ത് ആൻഡ് റിന്യൂ ഓഫ് ലൈഫ്. ഇതിനൊക്കെ ആയിക്കൊണ്ട് നമുക്ക് ഭൂമിയെ സുഖപ്പെടുത്തണം, വ്രണപ്പെട്ടിരിക്കുന്ന ഭൂമിയെ പരിശുദ്ധവും സംശുദ്ധവുമാക്കി ആ ഭൂമിയുടെ അസുഖത്തെ നമ്മൾ മാറ്റിക്കൊടുക്കണം. ആൻഡ് റിന്യൂവൽ ഓഫ് ലൈഫ്, നമ്മുടെ ജീവിതത്തിൻ്റെ പുതുസൃഷ്ടിക്ക് വേണ്ടി നമ്മൾ എപ്പോഴും എന്നും ഏത് സമയവും ഭൂമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതല്ല എങ്കിൽ നമ്മൾ ഏത് പ്രാർത്ഥനാലയങ്ങളിൽ പോവുകയാണെങ്കിലും പ്രാർത്ഥന നടക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രാർത്ഥനയെങ്കിലും നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമി ദേവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ് കവി ഈ കവിതയിലൂടെ നമ്മെ ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇറ്റ്സ് എ സിമ്പിൾ പോയം, ഓൾ പ്രേസ് ഫോർ അവർ ബിലോഡ് മദർലാൻഡ്, എല്ലാ പ്രാർത്ഥനകളും നമ്മുടെ പ്രിയപ്പെട്ട മാതൃഭൂമിക്ക് വേണ്ടി എന്നാണ് പറയുന്നത്. സോ ദിസ് ഈസ് ദ പോയം. ഇതാണ് നമുക്ക് എ പ്രയർ ഫോർ ഹീലിംഗ് എന്നുള്ളത്. ഓക്കെ, വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. ഒന്നുകൂടി പറയട്ടെ, TVN ഗ്ലോബൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക, ഷെയർ ടു യുവർ ഫ്രണ്ട്സിനെയും ഷെയർ ചെയ്യുക. നിങ്ങളുടെ NIS-മായി ബന്ധപ്പെട്ട എല്ലാവിധ വിവരങ്ങളും പുതിയ രജിസ്ട്രേഷനുമായിട്ടും ഒക്കെ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ 9387801833. ഓക്കെ.